വീട്ടുകാരും ചൂണ്ടിക്കാട്ടാത്ത കാര്യം ഇന്ന് നോറയുടെ വായിൽ നിന്ന് വന്നു ജാസ്മിനെതിരായിട്ട്. അതേപോലെ അൻസിബ, അതേപോലെ നന്ദന, അഭിഷേക് കെ ഇന്ന് ഗബ്രിക്കെതിരായിട്ട് സംസാരിച്ചു. എന്തുകൊണ്ടാണ് വീട്ടുകാർ ഇവർക്ക് രണ്ടുപേർക്ക് എതിരായിട്ട് സംസാരിക്കാത്തത്? ലാലേട്ടൻ പറഞ്ഞത് കൊണ്ടാണോ? കോർണറിങ് ആയി പോകും എന്ന് വിചാരിച്ചിട്ടാണോ? ഇവർ കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണോ? നമുക്ക് നോക്കാം. പിന്നെ ഇന്ന് നോമിനേഷനിൽ ശരിക്കും പറഞ്ഞാൽ ജാസ്മിനും ജിൻഡോ ആണോ വരേണ്ടിയിരുന്നത്? 50 ദിവസം ഇനാക്റ്റീവ് ആയിട്ടിരുന്നത് ഇവർ രണ്ടുപേരുമാണോ? അതോ വേറെ ആൾക്കാരല്ലേ വരേണ്ടിയിരുന്നത്? പക്ഷേ ഇന്നത്തെ അല്ലെങ്കിൽ ഈ ആഴ്ചത്തെ കാര്യം വെച്ചിട്ടാണ് അവരെ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്തത്. പിന്നെ ജാസ്മിനും ഗബ്രിയും ഇവരുടെ രണ്ടുപേരുടെ കാര്യം പറയാമെങ്കിൽ ഇവരുടെ രണ്ടുപേരുടെ ഭാഗത്ത് അല്പമെങ്കിലും ശരിയുണ്ടെങ്കിൽ ഇവര് അതിനെ സംസാരിച്ച് വഷളാക്കി ഇവർ അതൊക്കെ തെറ്റായിട്ട് മാറ്റും. ചുരുക്കം പറഞ്ഞാൽ തെറ്റിന്റെ കൂമ്പാരമായിട്ട് മാറ്റും. ഇവർക്ക് അത്രമാത്രം സംസാരിക്കാൻ അറിയത്തില്ല, മറ്റുള്ളവർക്ക് ഒരു വില കൊടുക്കുന്നില്ല. ആ വില കൊടുത്തിരുന്നെങ്കിൽ ഇവർ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായിട്ട് തന്നെ വന്നേനെ. നമുക്ക് നോക്കാം. എല്ലാവർക്കും നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ഇന്ന് ജാസ്മിനും ഗബ്രിയുടെയും കാര്യം പറയുകയാണെങ്കിൽ ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. ഇവരുടെ രണ്ടുപേരുടെ ഭാഗത്ത് തുടക്കത്തിൽ ശരിയായിരുന്നു, പക്ഷെ ഇവർ വർത്താനം പറഞ്ഞ് അതിനെ കുളമാക്കി ചളമാക്കി തെറ്റുകളുടെ ഒരു കൂമ്പാരമാക്കിയിട്ടാണ് ഇവർ അതിനെ വൃത്തികേടാക്കുന്നത്. ഒന്നാമത്തെ കാര്യം നോറ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഇന്ന് ജാസ്മിനെ കുറിച്ച് ശരിയായിരുന്നു. പക്ഷെ നോറ ഇത് പറഞ്ഞത് നോമിനേഷൻസിന്റെ ഇടയ്ക്കാണ്, ജയിൽ നോമിനേഷൻസിന്റെ ഇടയ്ക്ക്. അതാണ് ഇവിടെ വന്നത്. അതിനെക്കുറിച്ച് ഞാൻ വരാം. നോറ ഇന്ന് ജാസ്മിനെ കുറിച്ച് ഓരോ കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിയത്. അതായത് അൻസിബ അവിടെ ഒറ്റയ്ക്കായിരുന്നു, ജാസ്മിൻ അവിടെ ഒരു ദിവസം എന്തോ കിടപ്പിലായിരുന്നു. അത് കഴിഞ്ഞ് ജാസ്മിൻ ഓക്കെ ആയിരുന്നു, പക്ഷെ ജാസ്മിൻ അവിടെ കണ്ടിട്ടില്ല. ജാസ്മിൻ പണി ചെയ്യുന്നുണ്ടായിരുന്നു, പക്ഷെ അൻസിബയ്ക്ക് ഒരു കൂട്ടായിട്ട് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ജാസ്മിൻ അതിനെ ഖണ്ഡിക്കുന്നുണ്ടായിരുന്നു. എന്നെ അവിടെ നിർത്തിയില്ല എന്നുള്ളത്. പക്ഷേ ഒരു ജിൻഡോയും ഇതിന് ഉത്തരവാദിയാണ്. പക്ഷെ ജിൻഡോയ്ക്ക് 3 ദിവസത്തെ പാത്രം കഴുകൽ മുഴുവനും ഉണ്ടായിരുന്നു. അത് ജാസ്മിൻ അറിഞ്ഞില്ല, അത് അറിയാതെയാണ് സംസാരിച്ചത്. പിന്നെയാണ് പുള്ളിക്കാരിക്ക് മനസ്സിലായത്. അപ്പോൾ ഇതൊന്നും പുള്ളിക്കാരി അറിഞ്ഞിട്ടില്ല. കാര്യം മൊത്തം ഈ ജാസ്മിനും ഗബ്രിയിലും ഇങ്ങനെ കിടക്കുകയാണ്, അതുകൊണ്ട് അറിയുന്നില്ല. ഇന്നലെയൊന്നും പുള്ളിക്കാരി അറിഞ്ഞിട്ട് പോലും ഇല്ല അവിടെ എന്തൊക്കെ നടക്കണമെന്ന് വരും. ഇവർ രണ്ടുപേരും മാത്രം സംസാരമാണ്, പക്ഷെ പുള്ളിക്കാരി ഓക്കെയാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നോറ തുറന്നു പറഞ്ഞു. പ്രേക്ഷകർക്ക് മിക്കവാറും ഒരുപാട് പിന്തുണ നോറയ്ക്ക് കിട്ടും. അതേപോലെ തന്നെ അൻസിബ ഇന്ന് ഒറ്റയ്ക്ക് നിന്നാണ് കിച്ചൺ ചെയ്തത്. അൻസിബ കുറേ പേര് പറഞ്ഞത് അൻസിബയ്ക്ക് ഇഷ്ടമല്ല കൂടുതൽ വന്നിട്ട് ജാസ്മിൻ ചെയ്യുന്നത്. പക്ഷെ അൻസിബയ്ക്ക് അവിടെ ഒരു സഹായം വേണമായിരുന്നു, അതില്ലാന്ന് അൻസിബ തുറന്നു പറഞ്ഞു. അതുമാത്രമല്ല നന്ദന ഇന്ന് ജാസ്മിൻ എഗൻസ്റ്റ് ആയിട്ട് പറഞ്ഞു ജാസ്മിൻ ഫേക്ക് ഗെയിമാണ് കളിച്ചത്, ശരണ്യ അവിടെ ഇരിക്കുന്നത് ജാസ്മിൻ കണ്ടായിരുന്നു എന്ന് തന്നെ നന്ദന പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും ഒരു ധൈര്യം ഉണ്ടായി 3 പേർക്കും ജാസ്മിനെതിരെ സംസാരിക്കാൻ. എഗൻസ്റ്റ് ആയിട്ട് സംസാരിക്കണം, തെറ്റുകളുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടണം. അല്ലാതെ അവിടെ വെറുതെ കുറെ എണ്ണം ഉണ്ട്, വെറുതെ ഇരിക്കുന്നു. എന്തിനാണ് ഇരിക്കുന്നത് അറിഞ്ഞൂടാ. കുറെ ആണുങ്ങൾ ഇവിടുന്ന് പോയല്ലോ, എവിടെ കാട് കത്തിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കറിയില്ല, കാണാനില്ല കേട്ടാ. ഇനി നോമിനേഷൻസിന്റെ ഭാഗത്ത് നോമിനേഷൻസ് നടന്നത് ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്തു പറയാം, 50 ദിവസം ഇനാക്റ്റീവായിട്ട് നിൽക്കുന്ന ആൾക്കാരെ നോമിനേറ്റ് ചെയ്യാനാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത്. ഇവർ നോമിനേറ്റ് ചെയ്തത് ജിൻഡോനെയും ജാസ്മിനെയാണ്. ജിൻഡോയും ജാസ്മിനുമാണ് ഇനാക്റ്റീവായിട്ട് നിൽക്കുന്ന 2 പേര്. അവർ ഏറ്റവും കൂടുതൽ കണ്ടന്റ് കൊടുക്കുന്നവരും അവരും നെഗറ്റീവ് ആണെങ്കിൽ കൂടി അവർ ഗെയിം കളിക്കുന്ന ആൾക്കാരും ആണ്. അപ്പോൾ അവരല്ല, ശരിക്കും പറഞ്ഞാൽ ആദ്യം ഇവർ പറഞ്ഞുകൊണ്ട് വന്നത് കറക്റ്റ് ആയിരുന്നു. ഇപ്പോൾ സായി, നന്ദന, ഇങ്ങനെയൊക്കെ ഉള്ള പേര്, അഭിഷേക് എസ്, ഇവരുടെ പേരുകളാണ് ആദ്യം നോമിനേഷൻസിൽ വന്നത്. പിന്നെ നോറ അല്ലെങ്കിൽ അൻസിബ കയറി പറഞ്ഞു. അൻസിബ സ്വന്തം പേഴ്സണൽ ഈ ആഴ്ചത്തെ കാര്യം വെച്ചിട്ട് അൻസിബ ആദ്യം പറഞ്ഞത് അൻസിബയുടെ പേര് തന്നെയാണ്. ആക്റ്റീവ് അല്ലെങ്കിൽ ഞാനാണ്. അപ്പൊ അവിടെ ബിഗ് ബോസ് കയറി കളിക്കുകയാണ് ചെയ്തത്. ബിഗ് ബോസ് കയറി കളിച്ചു, ഇങ്ങനെ അല്ല പറയേണ്ടതെന്ന് പറഞ്ഞു. സ്വന്തമായിട്ട് നോമിനേറ്റ് ചെയ്യാൻ ഇപ്പൊ പറ്റത്തില്ല, അപ്പൊ പറ്റുമായിരുന്നു. അതാണ് ബിഗ് ബോസ് ഇവിടെ കളിച്ച കളി. ബിഗ് ബോസിന് ഈ ഒരു ഗെയിം വേണമായിരുന്നു, അത് വിജയിച്ചു. എന്നിട്ട് അൻസിബയോട് പറഞ്ഞു വേറെ നോമിനേറ്റ് ചെയ്യാം. അപ്പൊ അൻസിബ ജാസ്മിനെ എടുത്തിട്ടു. ബിഗ് ബോസിന് 100% അറിയായിരുന്നു അൻസിബയുടെ ജാസ്മിന്റെ പേരെ പറയത്തുള്ളൂ. അങ്ങനെ ജാസ്മിന്റെ പേര് പറഞ്ഞപ്പോൾ നോറ ക്ലാപ്പ് ചെയ്തപ്പം ജാസ്മിന് ദേഷ്യം വന്നു, ചെലക്കാതടി എന്ന് പറഞ്ഞു. അതിൽ നോറ പ്രൊവോക്ഡായി. നോറ പിന്നെ ജാസ്മിനെതിരെ ശക്തമായി തന്നെ പ്രതിഷേധിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള എല്ലാവരും ജാസ്മിന്റെ പേര് പറഞ്ഞു. അങ്ങനെയാണ് ജാസ്മിന്റെ പേര് വന്നത്. പിന്നെ ജിൻഡോയുടെ കാര്യം, പവർ ടീം ഓൾറെഡി ഡിസൈഡഡ് ആണ്. ജിൻഡോ ആണ് ഇവിടെ ശരണ്യക്കെതിരെ ചെയ്തത്. പക്ഷേ ഇപ്പോൾ കുറെ ക്ലിപ്പിംഗ്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്ലോ മോഷനിലൊക്കെ കണ്ടു കഴിയുമ്പോൾ കഥ വേറെ ആയിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മുടി പിടിച്ചു വലിച്ചു എന്ന് പറയുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് വേറെ സംസാരിക്കാം. എന്തായിരുന്നാലും അവിടെ ഇന്നലത്തെ ടാസ്കിനകത്ത് ഗബ്രിയും അവിടെ ബലം പ്രയോഗിച്ചിട്ടുണ്ട്, ശക്തമായി തന്നെ ജിൻഡോനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ട്. ജിൻഡോയും അവിടെ ബലം പ്രയോഗിച്ചിട്ടുണ്ട്. ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാതെ ജിൻഡോ മാത്രം പ്രത്യേകം അവിടെ ആരെ ഒന്നും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ജിൻഡോനെ തൂക്കി എറിഞ്ഞത് അർജുനൊക്കെ, അതൊക്കെ ബലപ്രയോഗമല്ലേ? എന്തുവാണ് ഇത്? ഒരാളെ പറയുമ്പം ഒരു ഈക്വലൈസേഷൻ വേണ്ടി എല്ലാം പുള്ളിക്കാരൻ്റെ തലയിൽ തന്നെ. അപ്പോൾ അതുകൊണ്ടാണ് ജിൻഡോയും ജാസ്മിനും ഇതിനകത്ത് വന്നത്. പക്ഷെ ജിൻഡോയും ജാസ്മിനും അല്ല ഇതിനകത്ത് വരേണ്ടിയിരുന്നത്.
50 ദിവസമായിട്ട് ടാസ്കുകളിൽ മാത്രം ടാസ്കുകൾ വരുമ്പോൾ പുള്ളിക്കാരൻ ആക്റ്റീവ് ആവും, നിലപാടുകളിലും കാര്യങ്ങളിലൊക്കെ വായടച്ചിരിക്കും. അപ്പോൾ സ്വന്തം സ്വഭാവം പുറത്തേക്ക് വരത്തുമില്ല, ആൾക്കാരുടെ മുന്നിൽ ടോപ്പ് പ്ലസ് ആയിട്ട് നിൽക്കുകയും ചെയ്യും. മനസ്സിലായോ? മറ്റത് അങ്ങനെയല്ല, തെറ്റും ശരിയും ഒക്കെ പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ആൾക്കാരുടെ മുന്നിൽ നെഗറ്റീവായി പോയാലോ എന്ന് പേടിച്ചിട്ട് വളരെ സേഫ് ഗെയിമായിട്ട് വേറൊരു സ്ട്രാറ്റജി തന്നെ പൊക്കോണ്ടിരിക്കുന്നതാണ് അർജുൻ. അതേപോലെ അൻസിബ വർത്താനം പറയുന്നുണ്ട്, പക്ഷെ ആക്റ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നില്ല അല്ലേ. അപ്പോൾ ഇങ്ങനത്തെ പേരുകളാണ് വരേണ്ടത്. സായ്, പിന്നെ വൈൽഡ് കാർഡുകൾ. അൻസിബയൊക്കെ പിന്നെയും വർത്താനമെങ്കിലും പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ തെറ്റ്, അൻസിബയൊക്കെ നന്നായിട്ട് വർത്താനം പറയുന്നുണ്ട്. സായി വൈൽഡ് കാർഡാണ്. അഭിഷേക് എസ് എന്ത് ചെയ്യണ്? പിന്നെ അഭിഷേക് ഇന്ന് ആദ്യമായിട്ട് വാ തുറന്നു നല്ല രീതിയിൽ വാ തുറന്നിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഗബ്രി അൻസിബ വിഷയത്തിൽ പോവാം. 2 ചപ്പാത്തിയാണ് ഗബ്രി ചോദിച്ചത്. അത് നല്ല രീതിയിൽ അൻസിബാന് ഉത്തരം പറഞ്ഞ് സൗകര്യമില്ല എന്ന്. ശരിക്കും അൻസിബ പറഞ്ഞ തെറ്റാണ്, പക്ഷേ അതിന് ഗബ്രി കൊടുത്ത റിയാക്ഷൻ എൻ്റെ പൊന്നോ, സത്യമായിട്ടും ഗബ്രി എന്താ പറഞ്ഞത്, നിനക്ക് നീ ആരാടി നിനക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വൃത്തികെട്ട രീതിയിലാണ് ഗബ്രി റിയാക്ഷൻ ചെയ്യുന്നത്. ആ റിയാക്ഷനിലെ ആൾക്കാർ സത്യം പറഞ്ഞ ഗബ്രീനെ നെഗറ്റീവ് അടിച്ചു പോകും. കാര്യം സംഭവം ഗബ്രിയുടെ ഭാഗത്തായിരുന്നു ശരി. പവർ ടീമിന് എന്ത് വേണോ ചോദിക്കാം, 2 ചപ്പാത്തി എക്സ്ട്രാ ചോദിച്ചോളൂ, പക്ഷെ അതിനെ ഒരു ഡീൽ ചെയ്യേണ്ട ഒരു രീതിയുണ്ട്. അപ്പോൾ അൻസിബ നെഗറ്റീവ് ആവുന്ന രീതിയിലാണ് ഗബ്രി ഡീൽ ചെയ്യേണ്ടത്. പക്ഷെ ഗബ്രി ഇവിടെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് അവിടെ ഗബ്രിയാണ് നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഗബ്രിയുടെ വർത്തമാനവും ചടുലതമായ കടുത്ത മുറിച്ച് അരിച്ച് പോലെ സംസാരിക്കുന്ന കാരണം ഗബ്രി നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുക. അവിടെ കിടന്ന് ഭയങ്കര. അതിൻ്റെ ഇടയിൽ കൂടെ അഭിഷേക് പറഞ്ഞ് ഇത് കിച്ചണാണ് എന്ന് പറഞ്ഞതും ഉടനെ പുള്ളിക്കാരുടെ തലയിലേക്ക്, നീ ആരാണെന്ന് വിചാരം, നീ ഉളുപ്പുണ്ടോടാ, നീ വെറും എന്താണ് ഷൂ ആണെന്ന്, പിന്നെ പേടിച്ച് തൂറി, ഇങ്ങനെയൊക്കെ പറഞ്ഞു. ആരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ പാടില്ല. ആര് കയറി വരും, ആര് പ്രേക്ഷകരുടെ മുന്നിൽ ഹീറോ ആവുമെന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ഒന്നും അല്ലാണ്ട് കാണുന്നവരായിരിക്കും ചിലപ്പോൾ ഹീറോ ആയിട്ട് വരുന്നത്. ഗബ്രി ബാക്കിയുള്ളവരെ മുഴുവൻ, ഗബ്രിയും ജാസ്മിനും 2 പേരും ഒരുപോലെയാണ്. ഒരു റെസ്പെക്റ്റും ഇല്ല ഒരു കണ്ടസ്റ്റൻസിനെയും. ആദ്യം വേണ്ടത് നിങ്ങളുടെ ഓപ്പോസിറ്റിൽ നിന്ന് കളിക്കുന്ന ആളോട് ഒരു റെസ്പെക്റ്റ് വേണം. മിനിമം ഒരു റെസ്പെക്റ്റ്, ഒരു മാനേഴ്സ്, അത് വേണം. അതാണ് ആദ്യം വേണ്ടത്. അപ്പം നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ആണ്, അവരോട് തർക്കിച്ചോളൂ. അവരെ നമുക്ക് എങ്ങനെ വേണം തർക്കിക്കാം, അവരോട് ഡിബേറ്റ് ചെയ്തോളൂ, അവരടുത്ത് ഭയങ്കരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിച്ചോളൂ, കളിയാക്കിക്കോളൂ, ഒക്കെ ചെയ്യാം, അവരെ ട്രോളിക്കോളൂ, എല്ലാം ചെയ്യാം. പക്ഷേ റെസ്പെക്റ്റ് എന്ന് പറയുന്ന സംഭവം അത് വാക്കുകളിൽ ഉണ്ടാവണം. അല്ലാതെ തറ പോലത്തെ വർത്തമാനം പറഞ്ഞ് താറടിക്കുകയല്ല അവരെ വേണ്ടത്. അങ്ങനെ താറടിക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ കൂടി എന്ത് ചെയ്യും, നെഗറ്റീവ് അടിക്കും. അതാണ് ഗബ്രിക്ക് അടിച്ചത്. ഇതിന് കൂട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് സായി, അഭിഷേകസ്, ഇപ്പൊ കത്തിക്കും എന്ന് പറഞ്ഞ സിജോ, പിന്നെ ഋഷി പിന്നെ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആളുടെ കൂടെ നിൽക്കുകയുള്ളൂ. ഞാൻ ചോദിക്കുന്നത്, ഇവരൊക്കെ ഇപ്പൊ കയറിപ്പോയ ആൾക്കാരല്ലേ, ഇവർക്ക് അറിയത്തില്ലേ? സിജോയ്ക്ക് അറിയത്തില്ല കേട്ടോ പുറത്തെ കാര്യം. എനിക്ക് മനസ്സിലായി സിജോയുടെ ബിഹേവിയറിൽ നിന്ന് എനിക്ക് മനസ്സിലായി സിജോ ഇപ്പോഴും അതിൽ നിൽക്കുകയാണ്. ഏത് ആ ഡേ 1 ഇങ്ങനെ ആരാടാ നീ കൂടുതൽ മെഴുക്, നീ കാണാ, അതിൽ നിൽക്കുകയാണ് സിജോ. സിജോയ്ക്ക് പുറത്തെ ഇതറിയത്തില്ല, പൾസ് അറിയത്തില്ല. സിജോയ്ക്ക് എപ്പിസോഡ്സ് എല്ലാം കണ്ടിട്ടുണ്ട്, സിജോ എപ്പിസോഡ് മുഴുവൻ കണ്ടിട്ടുണ്ട്, പക്ഷെ പുറത്തെ പൾസ് അറിയുന്നില്ല, പ്രേക്ഷകരുടെ അഭിപ്രായം അറിയുന്നില്ല. ഇതിനകത്ത് അഭിപ്രായം അറിയുന്ന ഒരേ ഒരു വ്യക്തികളേ ഉള്ളൂ, വൈൽഡ് കാർഡുകൾ. എന്താണ് അവർക്കെങ്കിലും ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിക്കൂടെ? ഗബ്രി, നീ സംസാരിക്കുന്നത് നിന്റെ ഭാഗത്ത് ശരിയുണ്ട്, പക്ഷെ നീ സംസാരിച്ച രീതി തെറ്റാണ് എന്ന് പറഞ്ഞു കൊടുത്തൂടെ? എന്നിട്ട് പറഞ്ഞ ഗബ്രിയുടെ മൂട്ടി പോയിരുന്നിട്ട്, ശരിയാണ് നിങ്ങൾ പറഞ്ഞത്, നിന്റെ ഭാഗത്ത് ശരിയുണ്ട്, ശരിയല്ല ഇവിടെ വേണം, നിങ്ങൾ എന്ത് പറയുന്നു എന്നുള്ളത് ഇമ്പോർട്ടന്റ്. അതേപോലെ ജയിലിനകത്ത് നിന്ന് ജിൻഡോയുടെ പക്ക ഗെയിമായിരുന്നത്, അതിൽ വീഴുകയും ചെയ്തു ജാസ്മിൻ. ജിൻഡോ ഇവിടെ ജാസ്മിനെ AC റൂമിൽ AC അവിടെ കിടക്കാതിരിക്കാൻ വേണ്ടി നോക്കി. എന്നിട്ട് ജാസ്മിൻ്റെ ഉള്ളിലെ നെഗറ്റീവ് പുറത്തേക്ക് ഇടാൻ വേണ്ടി ജാസ്മിനെ ട്രിഗർ ചെയ്തു. ജാസ്മിൻ അതോടെ ട്രിഗർ ആവുകയും ചെയ്തു, പ്രൊവോക്ഡ് ആവുകയും ചെയ്തു. ജാസ്മിൻ്റെ ഉള്ളിലെ സംഭവം പുറത്തേക്ക് വന്നു, ഒരടിയും കൊടുത്തു. ഇത് ജിൻഡോയ്ക്കാണ് കിട്ടിയിരുന്നെങ്കിൽ ജിൻഡോ മിക്കവാറും നാളെ ഔട്ടാവുമായിരുന്നു, ഉറപ്പാണ് എനിക്ക്. പിന്നെ ഇന്നലത്തെ കംപ്ലൈന്റ് കൊടുക്കാൻ വേണ്ടി ഇവിടെ കാത്തിരിക്കുകയാണ് വീട്ടിലുള്ള എല്ലാവരും, ശരണ്യയുടെ മുടി പിടിച്ച് കുനിച്ചു വെച്ച് ഇടിച്ചെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജിൻഡോ നാളെ ഔട്ടാവും. ഇത് ജാസ്മിന് പകരം ജിൻഡോയോട് കാണിച്ചിരുന്നെങ്കിൽ കേട്ടോ. അപ്പം അതുകൊണ്ട് ജാസ്മിൻ്റെ കാര്യം എനിക്ക് അതേ പറയാനുള്ളൂ. ഒരാളൊരു ഗെയിം നമുക്ക് ഇട്ട് തരുമ്പം അതിൽ കിടന്ന് അങ്ങ് ഭയങ്കരമായിട്ട് വായി തോന്നിയൊക്കെ വിളിച്ച് പറഞ്ഞ് പാടാന്ന് പറഞ്ഞ് ഉള്ള വൃത്തിയോട് മൊത്തം വിളിച്ച് പറഞ്ഞ് ആൾക്കാരുടെ ആ ഒരു നല്ല വൃത്തിക്ക് പറയുകയും സ്ട്രോങ് ആയിട്ട് പറയാം, അത് നല്ലൊരു ഭാഷ ഉപയോഗിക്കുക. പറയുമ്പോൾ നമുക്കൊരാൾക്ക് എഗൻസ്റ്റ് ആയിട്ട് പറയുമ്പോൾ അതിനൊരു രീതിയുണ്ട്, അതിനൊരു ഡീസൻസി ഉണ്ട്, അതിനൊരു മാനേഴ്സ് ഉണ്ട്. ആ രീതിയിൽ വർത്താനം പറയും, അപ്പോൾ ആൾക്കാർ കൈയടിക്കും. വെരി ഗുഡ്, വർത്താനം പറഞ്ഞതിൽ പോയിന്റ് ഉണ്ട്. ഇത് പോയിന്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ അങ്ങ് ഭാഷാ രീതിയും സംസാര രീതിയും എല്ലാം എനിക്കിനി അറിയില്ല, ഞാൻ കുട്ടിയെ വേറെ പറ്റി പറഞ്ഞില്ല. പക്ഷെ ഇതൊരു ഗെയിം ഷോ ആണ്. പുള്ളിക്കാരി ഒരു ഇതല്ലേ, അതൊരു ഇൻഫ്ലുവൻസർ അല്ലേ, അപ്പോൾ അതിൻ്റെ അനുസരിച്ച് വർത്താനം പറയണ്ടേ. കുറേയൊക്കെ ഇമേജ് കോൺഷ്യസ്, കുറേയൊക്കെ കോൺഷ്യസ് ആയിരിക്കണം നമ്മൾ. ക്യാമറയുണ്ട്, നമ്മൾ ആൾക്കാർ കാണുന്നതാണ് നമ്മുടെ ചെയ്തികൾ, നമ്മുടെ ബിഹേവിയർ. അതിൽ ജിൻഡോ വിജയിച്ചെന്ന്.
ജാസ്മിൻ്റെ ആ നെഗറ്റീവ് പുറത്തേക്ക് ഇടാൻ വേണ്ടി ജിൻഡോ വിജയിച്ച്. ഇനി ഈ 2 പേരും ഗബ്രിയും ജാസ്മിനും ഒരുപോലെ. പിന്നെ രാവിലത്തെ കാര്യം, രാവിലെ ഫുഡില്ലാത്ത കാര്യം, ദിലീപേട്ടൻ വരുന്നതിന് മുന്നേയുള്ള അതിന് ഉത്തരവാദി കിച്ചൺ ടീം, ക്യാപ്റ്റൻ, പവർ ടീം. എന്തിനാണോ എന്തോ ആ പവർ ടീം, എനിക്ക് പറഞ്ഞു മതിയേ. കിച്ചൺ ടീമിൽ രാവിലെ ഫുഡില്ല, ആൾക്കാരില്ലെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, ക്യാപ്റ്റനെ അറിയിക്കണം. അൻസിബ മാത്രമേ അവിടെ ഉള്ളൂ, അത് ക്യാപ്റ്റനെ അറിയിക്കണമായിരുന്നു. രണ്ടാമത്തെ കാര്യം ക്യാപ്റ്റൻ ശ്രീതു. എന്ത് കണ്ടിട്ടാണ് ഈ ഒരാൾ നിന്ന് കുക്ക് ചെയ്യിപ്പിക്കുന്നത്? അത് ശ്രീതുവിൻ്റെ ഭാഗത്ത് തെറ്റാണ്. പിന്നെ പവർ ടീം സർവാധികാരികളാണല്ലോ, എവിടെ പോയി? ഗബ്രി മാത്രമാണ് അതിനകത്ത് ഒരു കോർഡിനേഷനിലോ ഒന്നുമില്ല, വെറും പവർ മാത്രമുണ്ട് സ്വന്തമായിട്ട്. പവർ ടീമായിട്ടോ ആ വീടിനെ നോക്കുന്നതോ ഒന്നുമില്ല, 0, വട്ട 0 എന്നേ എനിക്ക് പറയാനുള്ളൂ. സോ നോ യൂസ്, വേസ്റ്റ് എന്ന് വേണം പറയാൻ. ഇനി അടുത്ത് ക്യാപ്റ്റൻസി ആയിട്ട് നോറയും റോസ്മിനും അഭിഷേകുമാണ് വന്നിരിക്കുന്നത്. നോറ പറഞ്ഞു ഇതൊരു ട്രാപ്പാണ്, നോറയ്ക്ക് നന്നായിട്ട് ഗെയിം അറിയാം, നമ്മൾ എന്താണോ എന്ന് പുറത്ത് കാട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ക്യാപ്റ്റൻസി എടുത്തിട്ടേക്കണം. പക്ഷെ അഭിഷേക് പറഞ്ഞു ഇറ്റ്സ് ഓക്കെയാ എന്ന് പറഞ്ഞു. നോക്കാം നമുക്ക്. അപ്പം നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. ഇന്ന് ആദ്യം ലീവിംഗ് ഏരിയയിലാണ് കാണിക്കുന്നത്. എല്ലാവരെയും വിളിച്ചിരുത്തിയിട്ട് പവി കെയർ ടേക്കറിന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ദിലീപ് ഗസ്റ്റായിട്ട് വരുന്ന പോലെ സങ്കല്പിച്ച് നിങ്ങൾ പ്രസ് മീറ്റ് പോലത്തെ ചോദ്യങ്ങൾ തയ്യാറാക്കാൻ പറയുന്നു. ദിലീപേട്ടൻ വരുന്നു, എല്ലാവരോടും സംസാരിക്കുന്നു, ട്രെയിലർ കാണിക്കുന്നു, ചോദ്യങ്ങൾ ചോദിക്കുന്നു, പോകുന്നു. ഇതാണ് സംഭവം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫുഡില്ല. ദിലീപേട്ടൻ വരുന്നതിന് മുന്നത്തെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഫുഡില്ല. അപ്പോൾ ശരണ്യ വിശക്കുന്നവർക്കൊക്കെ പഴം എടുത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. സാധാരണ നമ്മൾ കഴിഞ്ഞ ബിഗ് ബോസുകളിലൊക്കെ എങ്ങനെയായിരുന്നു? കഴിഞ്ഞ ബിഗ് ബോസ് വരെ എങ്ങനെയാണ്? പവർ കിച്ചൺ ടീമുകാർ രാവിലെ എണീക്കും. 6 മണിക്ക് അവർ കിച്ചണിലുണ്ടാവും, അല്ലേ? ഉണ്ടാവും. ഇത് മോർണിംഗ് ആക്ടിവിറ്റിയും കഴിഞ്ഞ് 11 മണിക്കാണ് കിച്ചണിൽ തുടങ്ങണത് രാവിലെ ദോശ ഉണ്ടാക്കാൻ. എന്നിട്ട് 2 മണിക്ക് ദോശ കഴിക്കും. എന്നിട്ട് 5 മണിക്കാണ് അവർ ചോറ് കഴിക്കുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട്, ഞാനല്ലേ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യം, കിച്ചൺ ഡ്യൂട്ടിക്കാർ രാവിലെ എണീറ്റിട്ടാണ് ജോലി ചെയ്യുന്നത്. അവർക്ക് ഒരാഴ്ച അവർക്ക് പണിയാണ്. സത്യമായിട്ടും അവർ 6 മണിക്ക് എണീറ്റിട്ട് 8:30 ആകുമ്പോൾ തന്നെ രാവിലത്തെ ഫുഡ് ഉണ്ടാക്കും. ഒരു കറി ഉണ്ടാക്കും, 2 കറി ചിലപ്പോൾ ഉണ്ടാകും. ഉച്ചക്കത്തേക്കും കൂടെ ഒരു സാമ്പാറോ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കും. പിന്നെ ഉച്ചയാകുമ്പം ടാസ്ക് ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു തോരനോ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് അവർ ഉണ്ടാക്കത്തേ ഉള്ളൂ. ബാക്കി എല്ലാം അവർ രാവിലെ പ്രിപ്പയർ ചെയ്ത് വെക്കും. അപ്പോൾ ടാസ്ക് വരുമ്പം നമുക്കെല്ലാം 9:30 അവർ രാവിലത്തെ ഫുഡ് കഴിക്കും, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കും. ഞാൻ കണ്ടോണ്ട് ഞാൻ അവരുടെ കൂടെ കഴിക്കണം. 9:30 ആകുമ്പോൾ അവർ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിരിക്കും. അതാണ് ഈ കഴിഞ്ഞ വർഷം വരെ. അത് മാത്രമേ എല്ലാവരും നല്ല കുളിക്കാൻ പറ്റാത്തവർ കുളിക്കണ്ട. അറ്റ്ലീസ്റ്റ് ആ തുണിയെങ്കിലും ഒന്ന് മാറ്റി നമ്മൾ രാവിലെ കാണുമ്പോൾ അതായത് ഡേ 50 ആയി, അല്ലെങ്കിൽ ഡേ 51 ആയി, അനദർ ഡേ ആയി, അടുത്ത ദിവസമായി. സോ പുതിയ ലുക്ക്, പുതിയ ഡ്രസ്സ്, പഴയ ഡ്രസ്സ് തന്നെ ഇട്ടോ, പക്ഷെ കഴുകിയിട്ടിട് പുതിയത്. നമുക്ക് പുതിയ ലുക്ക്, നമുക്കൊരു നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഐശ്വര്യം തോന്നും. ഇത് പഴയ ഡ്രസ്സും ഇട്ട് കുളിക്കാതെ എല്ലാവരുടെയും, ഒരാളുടെ അല്ല കേട്ടോ, എല്ലാവരുടെയും നനയ്ക്കാതെ മോർണിംഗ് ആക്ടിയിൽ വന്ന് ഇങ്ങനെ ഇരുന്ന് അത് കഴിഞ്ഞിട്ട് 11 മണിയാകുമ്പോഴത്തേക്ക് നേരെ കിച്ചണിൽ പോയി നിന്ന് ദോശ ചുട്ട് വെച്ചോ 1 മണിയാകുമ്പോൾ ദോശ കഴിക്കും. എന്തുവാണിത്? ഒരു റുട്ടീൻ വേണ്ടേ? ഇത് ഷോ അല്ലേ? ഒരു ഷോയാണിത്. കോടിക്കണക്കിന് ആൾക്കാർ കാണുന്ന ഷോയാണ്. ചിലവർ എത്രയോ കുഞ്ഞു പിള്ളേർ കാണുന്നുണ്ടത്. സോ അവരൊക്കെ ഇത് കണ്ടിട്ട് കുറച്ചൊക്കെ ഇതെന്തുപോലെ തോന്നിപ്പോവും. ഞാൻ ഇങ്ങനത്തെ ഒരു സീസൺ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. എല്ലാവരും ഒരേപോലെ. ഇതൊക്കെ പവർ ടീം അല്ലേ? പവർ ടീം അസംബ്ലി അല്ല വിളിക്കേണ്ടത്, ആദ്യം ഇതാ ചെയ്യിപ്പിക്കേണ്ടത്. അസംബ്ലി വിളിപ്പിച്ച് ചലൂട്ടടിപ്പിക്കുക, എന്തൊക്കെ കുറവുകളുണ്ടോ അതാണ് പരിഹരിക്കേണ്ടത്. ആദ്യം ഇതൊക്കെ ചെയ്യേണ്ടത്. കുറേ ബിഗ് ബോസ് ഒക്കെ അരിച്ചല്ലേ എല്ലാവരും വന്നിരിക്കുന്നത്. എനിക്ക് സത്യം പറയാതിരിക്കാൻ വയ്യ കേട്ടോ. ആദ്യം ശരണ്യ എല്ലാവർക്കും പഴം എടുത്ത് കൊടുക്കുന്നു. അഭിഷേകനാണ് വിശന്നത് കേട്ടോ, കേക്ക്. ഇപ്പൊ ശ്രീതു ഇന്നലെ ഒന്നും ക്യാപ്റ്റന്റെ അത്യാവശ്യം ഉണ്ടായിരുന്നില്ല, ഇന്ന് മാത്രം ക്യാപ്റ്റൻ. ശരണ്യ നമ്മളോടൊന്നും പറഞ്ഞിട്ടില്ല, പവർ ടീമിന് അറിയില്ല. അല്ലെങ്കിൽ മറ്റേ കഴിഞ്ഞ ആഴ്ച മൊത്തം ആ കുന്തവും പിടിച്ചോണ്ട് നടക്കുന്നുണ്ടായിരുന്നല്ലോ പവർ ടീം. ഇപ്പൊ എവിടെ പവർ ടീം ഇല്ലേ? അപ്പം അൻസിബ കിച്ചന്റെ കാര്യം ആരും മൊഴിയുമ്പോൾ ആവശ്യമില്ല എന്നൊക്കെ പറഞ്ഞ് അൻസിബ ഭയങ്കര ദേഷ്യത്തിലാണ് കേട്ടോ. ഇപ്പൊ ജാസ്മിൻ നിങ്ങളെ പിടിച്ചിരുത്തിയ സ്ഥലത്തല്ല നമ്മളെ പിടിച്ചിരുത്തിയത്, അതുകൊണ്ട് നമുക്ക് കിച്ചണിൽ കയറാൻ പറ്റിയില്ല. അപ്പൊ അഭിഷേക് അങ്ങനെ പറയാൻ പറ്റത്തില്ല, നേരത്തെ ചെയ്യണം. 8:30 എല്ലാം കഴിയും കഴിഞ്ഞ സീസണിലൊക്കെ. അപ്പൊ അഭിഷേക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ജാസ്മിൻ മോർണിംഗ് ആക്ടിവിറ്റിയുടെ കാര്യമല്ല മക്കളെ, മോർണിംഗ് ആക്ടിവിറ്റിയുടെ സമയത്ത് കഴിഞ്ഞ ബിഗ് ബോസുകളിൽ മൊത്തം അവർ ഓൾറെഡി ചോറുണ്ടാക്കി വെക്കും, കറി ഏകദേശം ആയിട്ടുണ്ടാവും, പിന്നെ അവർ ദോശയും ഇതും കൂടെ ചുട്ടാൽ മതി മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞിട്ട്. അതാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പം മോർണിംഗ് ആക്ടിവിറ്റിയുടെ കാര്യമല്ല, അത് കഴിഞ്ഞ് നമുക്ക് ഇങ്ങനത്തെ ടാസ്ക് ഇതുവരെ കിട്ടിയിട്ടില്ലല്ലോ എന്നുള്ള ഇതിലാണ് നിൽക്കുന്നത്. ഈ സീസൺ മൊത്തം ഇങ്ങനെയായിരുന്നു, ടാസ്ക് ഇല്ലല്ലോ രാവിലെ. അപ്പം ഇങ്ങനെ സുഖിച്ചു പോയി. ഒന്നുമില്ല, മോർണിംഗ് ആക്ടിവിറ്റി കഴിഞ്ഞാൽ പിന്നെ ടാസ്ക് വരുന്നത് ഉച്ചയ്ക്കും വൈകുന്നേരമാണ്. അതുകൊണ്ട് അതിലങ്ങ് സുഖിച്ചിരിക്കുകയാണ് എല്ലാവരും. അപ്പം ശ്രീതു ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ എന്നെ ഇൻവോൾവ് അല്ല. ശ്രീതു കൈ ഒഴിഞ്ഞു. അപ്പം ജിൻഡോ ക്യാപ്റ്റനാണ് ഇതൊക്കെ ചെയ്യേണ്ടത്, എന്നെ ഇന്നലെ വന്ന് വിളിച്ചല്ലോ, ഇന്ന് വിളിക്കാത്തത്? അപ്പം റസ്മിൻ നിങ്ങളുടെ ടീമിലെ കാര്യങ്ങൾ 2 പേരുണ്ടെങ്കിൽ നിങ്ങൾ ക്യാപ്റ്റനെ അറിയിക്കണം. അപ്പം ജിൻഡോയുടെ അടുത്ത് റസ്മിൻ ആ കൂടെ ചാടുന്നത് ജിൻഡോയുടെ അടുത്ത്, അഭിഷേക് കേയുടെ അടുത്ത്, ഇങ്ങനെയുള്ളവരടുത്തേ റസ്മിൻ ചാടുള്ളൂ, ബാക്കിയുള്ളവരടുത്തൊന്നും ചാടൂല. ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം. പ്രത്യേകിച്ച് ബാക്കിയുള്ള ആൺകുട്ടികളുടെ അടുത്തും കയറ്റി സംസാരിക്കൂല,
പിന്നെ പെൺകുട്ടികളുടെ അടുത്ത് പിന്നെ പറയണ്ട ഒട്ടുമില്ല. അഭിഷേക്കെയും ജിൻഡോയുടെ അടുത്താണ് കൂടുതൽ എതിർത്ത് സംസാരിക്കുന്നത്. അപ്പോൾ ഉടനെ നിങ്ങൾക്ക് വയ്യല്ലോ, അപ്പോൾ ജിൻഡോ എനിക്ക് വയ്യായിരുന്നു. അത് കഴിഞ്ഞ് അപ്സരയും ശ്രീതു റസ്മിനും കൂടി ജിൻഡോയുടെ അടുത്ത് എല്ലാം കൂടെ ജിൻഡോ എടുത്ത് നിങ്ങൾ പറയണം, ജാസ്മിൻ്റെ അടുത്ത് പറയില്ല, നിങ്ങൾ പറ. അപ്പോൾ ജാസ്മിൻ എടോ നമുക്ക് പറയേണ്ടതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് എന്ന് പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനോ വേണ്ടിയിട്ട് എല്ലാവരുടെ ഭാഗത്തും തെറ്റുണ്ട്. അത് കഴിഞ്ഞിട്ട് ദിലീപേട്ടൻ വരുന്നു. അത് കഴിഞ്ഞിട്ട് ക്യാരറ്റ് അരിയാണ്. അപ്പോൾ ജാസ്മിൻ റസ്മിൻ്റെ അടുത്ത് നോക്ക് ഞാനിവിടെ ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്, പിന്നെ എന്തിനിപ്പോൾ അൻസിബയ്ക്ക് വയ്യ എന്ന് പറയുന്നത്. അപ്പോൾ റസ്മിൻ അൻസിബയ്ക്ക് വയ്യ, അവളാണ് മൊത്തം ചെയ്യുന്നത്, ഞാനും ചെയ്യുന്നുണ്ടല്ലോ, എന്നിട്ട് അവളുടെ പേര് മാത്രം എന്താ പറയുന്നത്, നിന്നെ വിളിക്കുമ്പോൾ കിട്ടത്തില്ല, അങ്ങനെയല്ലല്ലോ, അതെന്തോന്നാണ് അങ്ങനെ പറയരുത്. ജിൻഡോ ചേട്ടനാണ് ഒട്ടും ചെയ്യാത്തത്. പുള്ളിക്കാരി ജിൻഡോയ്ക്ക് കിട്ടിയ പണിഷ്മെൻ്റ് ഒക്കെ മറന്നുപോയി. ജിൻഡോ 3 ദിവസം മുഴുവനും ആ വീട്ടിലെ വെസൽ ക്ലീൻ ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പവർ റൂം വരെയാണ് സംസാരിക്കുകയാണ്. നമുക്ക് അൻസിബയുടെ കൂടെ എല്ലാവരെയും നിർത്തണം, അൻസിബനെ ഒറ്റയ്ക്ക് ചെയ്യിപ്പിക്കരുത്. ജിൻഡോ ഇത് മട്ടൺ കറിയാണ് ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞ് അർജുൻ ശ്രീതുമായിട്ട് എന്തോ എനിക്കൊന്നും മനസ്സിലായില്ലേ. ജയിൽ നോമിനേഷൻ വരെയാണ്. ഇനിയാണ് സംഭവം. ജയിൽ നോമിനേഷനിൽ ബിഗ് ബോസ് സ്വയം തോന്നി ആർക്കെങ്കിലും എണീക്കാൻ താല്പര്യമുണ്ടോ? എന്നാൽ പിന്നെ കളി തുടങ്ങാം. ഈ 50 ദിവസത്തോടു കൂടി അടുക്കുമ്പോൾ ഈ ഇതുവരെ ആക്റ്റീവ് ആവാത്ത സജീവമാവാത്ത ആരൊക്കെയുണ്ടോ അവരെയൊക്കെ നിങ്ങൾക്ക് നോമിനേറ്റ് ചെയ്യാം. ഒരുപാട് പേരുണ്ട്. അപ്പോൾ ആദ്യം പവർ ടീം നോമിനേറ്റ് ചെയ്യൂ. ഓൾറെഡി പറഞ്ഞു വെച്ചാൽ ജിൻഡോ. ഓക്കെ, ജിൻഡോ എന്തുകൊണ്ടാണ്? ജിൻഡോ ഇന്നലെ മറ്റേ ഫിസിക്കൽ അസോൾട്ട്, പ്രോപ്പർട്ടി ഡാമേജ് എല്ലാം ചെയ്തിട്ടുണ്ട്. ശരി. ജാസ്മിൻ നന്ദനയുടെ പേര് പറയുന്നു, ബട്ട് നടക്കുന്നില്ല, പുള്ളിക്കാരി ആക്റ്റീവ് അല്ല. അൻസിബ അഭിഷേകസിന്റെ പേര് പറയുന്നു, മറ്റേ കാള പോലെ കുത്താൻ വന്നു. അപ്പോൾ ബിഗ് ബോസ് ശ്രദ്ധിക്കുക, ബിഗ് ബോസ് ഗെയിം മാറ്റിയാണ്. ഇതിന്റെ മാനദണ്ഡം ഇതല്ല. അപ്പോൾ അൻസിബ ആക്റ്റീവ് അല്ലെങ്കിൽ ഞാൻ ആക്റ്റീവ് അല്ല ബിഗ് ബോസ്, ഞാൻ സമ്മതിക്കുന്നു. അപ്പോൾ അൻസിബ എടുത്ത് ബിഗ് ബോസ് സെൽഫ് നോമിനേറ്റ് ചെയ്യാൻ പറ്റില്ല ആണോ? എന്നാൽ പിന്നെ ശരി, ഓക്കെ ജാസ്മിൻ്റെ പേര് പറയാം. ഓക്കെ ജാസ്മിൻ്റെ പേര് പറയാമെന്ന് പറയുന്നു. ജാസ്മിൻ ഇവിടെ ഒരു കാര്യത്തിനും എൻ്റെ കൂടെ ഇല്ല, കിച്ചൺ ടീമിന് പോലും എൻ്റെ കൂടെ ഇല്ല. ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടാക്കാൻ പറയുന്നത് എനിക്ക് 2 ദിവസം കൂടെ അത് വെച്ചിട്ട് ഉണ്ടാക്കാവുന്നതുകൊണ്ടാണ്. പിന്നെ അഭിഷേകയും നോറയും മാത്രമാണ് വിളിക്കുമ്പോൾ കിട്ടുന്നത്, ബാക്കി ജാസ്മിന് ഒരിക്കലും കിട്ടുന്നില്ല. എപ്പോഴെങ്കിലും വിളിക്കാന്ന് പറഞ്ഞാൽ അങ്ങ് പൊക്കളയും പിന്നെ വരത്തില്ല. പിന്നെ കുക്കിങ്ങും 3 ദിവസം ജിൻഡോ പാത്രം കഴുകിയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഞാൻ പാത്രം കഴുകാൻ പറയുമ്പോൾ ജിൻഡോ കഴിവും ജാസ്മിൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. കുക്ക് ചെയ്യുന്നതിനിടയ്ക്ക് പല തവണയായിട്ട് എനിക്ക് വിളിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല എന്ന് ജാസ്മിൻ അൻസിബ പറയുമ്പം നോറ അവിടെ ഇരുന്നുണ്ട്. അപ്പൊ ജാസ്മിൻ ചെലക്കല്ലേ, അറിയാതെ ചെലക്കല്ലേ എന്ന് പറഞ്ഞിട്ട്, ചെലക്കോടി നീ ആരാടി എന്നെ ചെലക്കാതെന്ന് പറയാൻ, നീ ആരാ ചെലക്കാതെന്ന് പറയാൻ എട്ടിയാ എൻ്റെ കൂടെ ജിൻഡോ വന്നിട്ട് വയ്യെങ്കിലും ജാസ്മിൻ ടാസ്ക് ചെയ്തു. സോ ജാസ്മിൻ നോമിനേറ്റഡ്. ജിൻഡോയ്ക്ക് ബോധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് റസ്മിൻ, സായി ഇനാക്റ്റീവാണ്, അപ്സര ഇനാക്റ്റീവാണ്, സായി ഇനാക്റ്റീവാണ്. എല്ലാവരും പിന്നെ കറക്റ്റാണ് ചെയ്യുന്നത്. അർജുൻ നന്ദനെ പറയുന്നു, ഗ്രാഫ് താഴോട്ടാണ്. സിജോ ആരെ ടാർഗറ്റ് ചെയ്യുന്നു? സിജോ എന്തൊക്കെയോ വന്ന് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് നന്ദനെ പറയുന്നുണ്ട്. സായി അഭിഷേക് എസിനെ പറയുന്നുണ്ട്. അഭിഷേക് കെ വന്നിട്ട് ജാസ്മിനെ പറയുന്നു. ജാസ്മിൻ കിച്ചണിലില്ലെന്ന്. അവിടെ തൊട്ട് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ് നോറ. ഇവിടെ ഡ്യൂട്ടി കൊടുത്ത പല ആൾക്കാർക്കും ഡ്യൂട്ടി ചെയ്യാൻ പഠിക്കണം. അൻസിബത്തെ പാവം ഒറ്റയ്ക്കാണ് അവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇന്നലെ ഞാൻ അർജുനും ശ്രീതു അൻസിബത്തേക്ക് വയ്യാതായത് തന്നെ ഇത് കാരണമാണ്. ഓടാൻ പോലും വയ്യാതായത്. കാല് വയ്യാണ്ട് അവിടെ എത്ര നേരം ഇരുന്നു. രാവിലെ തൊട്ട് ഇത്രയും ദിവസം ഒരാളായിട്ട് കഷ്ടപ്പെടുത്തിയ ആളെ ജയിലിൽ പോയി സൂഹിക്കട്ടെ. അത്രയേ ഉള്ളൂ. ഒരു മാന്യത വേണം, ഒരു മര്യാദ വേണം. ഒരാളെ കഷ്ടപ്പെടുത്തുന്ന ഒരു പരിധിയുണ്ട്, മനസ്സിലായോ? അന്തസ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പൊ റസ്മിൻ ക്യാപ്റ്റൻ നോറ എന്തൊക്കെയോ പറയുന്നു. അപ്പൊ ശ്രീതു പറഞ്ഞോട്ടെ. അതെ, ചില ആൾക്കാരെ പറയാൻ പേടിയാണ്, പക്ഷെ എനിക്ക് അങ്ങനെയല്ല. ഞാൻ പറയാനുള്ളത് പറയും. ഇത് പബ്ലിക് സ്പേസ് ആണ്. 2 തവണ മൈക്ക് ഊരി വെച്ചിട്ടുണ്ട്. ഇതുവരെ ഒരു വ്യക്തിക്ക് പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് പെരുമാറുന്നൊന്നും പറയരുത് എന്ന് പറഞ്ഞ് നോറ എല്ലാം പറഞ്ഞിട്ട് പോവുകയാണ്. നന്ദന ജാസ്മിന്റെ പേര് പറയാണ്. അതുപോലെ തന്നെ ഒരാളെ പിന്നെ ഇത്രയേ ഉള്ളൂ. നന്ദന പറഞ്ഞിട്ട് ഒരാളെ കണ്ടില്ലാതെ നടിക്കുന്നത് ജാസ്മിനായിരുന്നു. ജാസ്മിൻ ഫേക്ക് ഗെയിം കളിച്ചു. അൻസിബ ചേച്ചി ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ അഭിഷേക് ഗസും ജാസ്മിൻ്റെ പേര് പറയുന്നു. അങ്ങനെ ജാസ്മിനാണ് നോമിനേറ്റഡ്. അപ്പോൾ എന്തോന്നാണിത്? ഞാൻ ഫേക്ക് കളിച്ചു പോലും. ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് ഞാൻ ഫേക്ക് കളിച്ച് ഇവരെ കണ്ടിട്ടുണ്ടാ? ഞാൻ പാത്രം കഴുകുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? ഞാൻ ഒന്നും കഴിവിട്ടില്ല, ചത്ത് കിടന്നാണ് ഞാൻ പണിയെടുത്തത്. അപ്പം അൻസിബ നാടകം കളിക്കുന്ന സമയത്ത് നീ അപ്പം പറയണമായിരുന്നു. എന്നാൽ നീ നാടകം കളിക്കുന്ന സമയത്ത് ഡെന്നിൻ്റെത് നല്ലതാണെന്ന് അപ്പം പറയണമായിരുന്നു. ഇപ്പോഴല്ലേ പറയേണ്ടത്? ചത്ത് കിടന്ന് ഞാൻ പണിയെടുത്തു. ടാസ്കിൽ ഞാൻ തന്നെയാണ് ചെയ്തത് നന്നായിട്ട്. ഫേക്കാണ് പോലും, ഫേക്ക്. നമ്മളെ ബാക്കിയുള്ളവർ വെറുപ്പിക്കാൻ പറ്റുന്ന എൻ്റെ തലയിൽ അങ്ങ് കൊണ്ട് വെക്കയാ. അഭിയൊക്കെ എൻ്റെ കൂടെ ചെയ്ത് അഭിയാണ് കൂടുതൽ ചെയ്തതെന്ന് ആര് പറഞ്ഞു? ഞാനാണ് ചെയ്തത്. ക്യാബേജൊക്കെ എന്നെ കൊണ്ടല്ലേ കൂടുതൽ അരിയിപ്പിച്ചത്. ഇപ്പൊ എന്നെ ചെയ്താലും ജാസ്മിന്റെ തലയിൽ. അപ്പൊ അൻസിബ നീ പറയുന്നത് എനിക്ക് കേൾക്കാൻ പറ്റത്തില്ല. നീ പറയുന്നത് എനിക്ക് കേൾക്കാൻ വയ്യ. കേട്ടേ പറ്റുള്ളൂ. എന്റെ കാല് പൊട്ടി ഇതായിട്ടിരിക്കുകയാണ്. നോറയ്ക്ക് മനസ്സിലായ? എനിക്കെന്ന് മനസ്സിലാവാൻ ഞാൻ അവിടെ മൊത്തം നിങ്ങളൊക്കെ ആരാണ്? ഞാൻ വയ്യാതെ കിടന്നിട്ടും ടാസ്കും എല്ലാം ഞാൻ ചെയ്തു. എന്നിട്ട് എന്നെ തലയെ കൊണ്ടിടുന്നത് എന്തിനാണ്?
50 ദിവസം ഒരു ആക്റ്റീവ് അല്ലാതിരുന്ന ഞാൻ എവിടെന്ന് ആക്റ്റീവ് അല്ലായിരുന്നു? നിങ്ങൾ കണ്ടോ? നിങ്ങൾക്ക് അറിയാമോ ഞാൻ ഇനാക്റ്റീവ് ആയിട്ടാണ് ഇരുന്നതെന്ന്? കിച്ചൺ ടീമിൽ എനിക്ക് മടിയൊക്കെ ഉണ്ടായിരുന്നു, ഞാൻ ഇടയ്ക്കൊന്നും കയറിയിട്ടില്ല. അപ്പൊ നോറ അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. എന്ത് നിങ്ങൾ പറഞ്ഞ് ദേ മൂലയ്ക്ക് ഇരുന്ന് പോലെ എന്നെ കുറിച്ച് വർത്താനം പറഞ്ഞ കാര്യം ധൈര്യം ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി വർത്താനം പറ. എന്തോന്നാണ് ഇവക്ക്? അല്പമെങ്കിലും മര്യാദ കാട്ടി സംസാരിക്കുക. നീ കൂടുതൽ വർത്താനം പറ. ചിലക്കാതെ എടിയ പോടി എന്നാ. ചിലക്കാതെ പോ എണീറ്റ് പോ, ചിലക്കാതെ എണീറ്റ് പോച്ചേ. ദേ നിങ്ങൾക്ക് സംസാരിക്കാനറിയില്ല, ബിഹേവ് ചെയ്യാനും അറിയില്ല, മാനേഴ്സും ഇല്ല. നേരെ ചൊവ്വേ വർത്താനം പറഞ്ഞോ നോറ ജാസ്മിൻ? പിന്നെ നിനക്ക് അറ്റ്ലീസ്റ്റ് നീ ഒരു ഇൻഡിവിജ്വൽ ഗെയിം എങ്കിലും കളിക്ക് ജാസ്മിൻ. കേട്ടോ? ഇടി നിനക്ക് എന്നോട് ഇൻസെക്യൂരിറ്റി അല്ലേ? നീ പോയിരുന്ന് കര. നിനക്ക് എന്നോട് ഇൻസെക്യൂരിറ്റി അല്ലേ? നീ പോയിരുന്ന് കര. അത് കഴിഞ്ഞ് ജാസ്മിൻ ഇരുന്ന് കരയുന്നു. ഇനി ഞാൻ ജോലി ചെയ്തില്ല, ഞാൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗബ്രി നീ മിണ്ടാരി നീ കരയാറ്. ജിൻഡോ കണ്ട മിണ്ടാതെ കിടന്നിട്ട് സൈനസ് സിമ്പതി പിടിക്കണം, അതുപോലെ പിടി എന്നൊക്കെ പറഞ്ഞിട്ട് ആര് പറയുന്നു? ഗബ്രി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ ശേഷം ജാസ്മിനും അൻസിബയും നോറയും അവിടെ എണ്ണുകയാണ്. അവിടെ ഇരുന്ന് അവൾ എണ്ണുന്നുണ്ടായിരുന്നു. ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഒന്നും അവൾ ജോലി ചെയ്തിട്ടില്ല. ജാസ്മിനും ജാസ്മിൻ ഞാൻ പെർഫെക്റ്റ് അല്ല, നോമിനേഷനിൽ പിടിച്ച് ഇടുന്നുണ്ട്. എന്നെ എല്ലാവർക്കും പറയാം, എനിക്ക് ആരെയും പറയാൻ പാടില്ല. അത് കഴിഞ്ഞ് നോറയും റസ്മിനും ചിലക്കല്ലേ എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല ദേഷ്യം വന്നു. അതാണ് ഞാൻ പറഞ്ഞു വെച്ചു കൊടുത്തത്, മനസ്സിലായോ? അൻസിബ് ഓപ്പൺ അപ്പ് ആയതുകൊണ്ട് ഞാൻ ക്ലാപ്പ് ചെയ്തത്, അറിയാമോ നിനക്ക്? അത്രേ ഉള്ളൂ, വേറെ ഒന്നും കൊണ്ടല്ല. എനിക്ക് അത്ര ദേഷ്യം വന്നതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ സ്പോൺസർ ടാസ്ക് വരുന്നു, അമൃതവേണിയുടേത്. അത് കഴിഞ്ഞിട്ട് ശ്രീരേഖയുടെ ടീമാണ് ജയിക്കുന്നത്. അത് കഴിഞ്ഞ് ജിൻഡോ ജാസ്മിൻ പ്രശ്നമാണ്. രാത്രി ജിൻഡോ ഇങ്ങനെ കിടക്കുകയാണ്. ഒന്ന് നീങ്ങിക്കിടക്ക്, സ്ഥലമില്ല എനിക്ക്, ഒന്ന് കാല് മാറ്റി വെക്ക്. നിനക്ക് AC കൊള്ളാനല്ലേ? AC കൊള്ളാനൊന്നുമല്ല, നിങ്ങൾ കാല് നീക്കി വെക്ക് അങ്ങോട്ട്, നീ സ്ഥലമില്ല. നിങ്ങളൊരു കണ്ണ് തുറന്ന് നോക്ക് ഞാൻ എങ്ങനെ കിടക്കണം എന്നുള്ളത്. ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ, നീ ഇപ്പുറത്ത് കിടക്ക്. ഇല്ല, കാല് വെക്കാൻ പറ്റുന്നില്ല, ഞാൻ കാല് വെച്ചേക്കണം, നീങ്ങി കിടക്കാം അങ്ങോട്ട്. നീങ്ങാൻ വയ്യ. നിനക്ക് AC കൊണ്ട് കിടക്കാനല്ല നീ വന്നേക്കണത് ജയിലിലേക്ക്. ജിൻഡോ നീ ഒന്നെങ്കിൽ ഇങ്ങോട്ടോ അങ്ങോട്ടോ നീങ്ങി കിടക്ക്, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഇവിടെ ആരാ ഫസ്റ്റ് കിടന്നത്? ഇവിടെ ഞാനാ ഫസ്റ്റ് കിടന്നത്, അല്ല ഞാനാണ് കിടന്നത്. നിങ്ങൾ കാല് അങ്ങോട്ട് നീക്കി വെക്ക്. നീ കാല് മടക്കി വെച്ച് അങ്ങോട്ട് നീങ്ങി കിടന്നു, ഇവിടെ ഒരുപാട് സ്ഥലം ഉണ്ടല്ലോ. നീ ഒരു കാര്യം ചെയ്യാം, ഞാൻ കിടക്കുന്ന സ്ഥലത്ത് വന്ന് കിടന്നോ? ഇല്ല, കാല് നിങ്ങൾ ഒന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ വെക്കാം. കാലെടുത്തിട്ട് ജിൻഡോയുടെ സൈഡിൽ കൂടി കൊണ്ടുവെക്കുന്നുണ്ട്. 1 മണിയായി, കിടക്കാൻ പറ്റുന്നില്ല. നിങ്ങളോട് മര്യാദയ്ക്ക് അങ്ങോട്ട് നീങ്ങി കിടക്കാനാണ് പറഞ്ഞത്. ഞാൻ മര്യാദ കാണിച്ചു, കുടം എടുത്ത് ഇങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞ രീതിയിലാണ് വെച്ചത്, കേട്ടോ? അവിടെ കുടം വെക്കാനുള്ള സ്ഥലം അല്ല എന്ന് നിങ്ങളല്ലേ പറഞ്ഞ കുടം മാറ്റി വെക്കാൻ. അല്ല, നിങ്ങളെന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ശ്രീതുവും വീട്ടുകാരൊക്കെ വരുന്നുണ്ട്. വന്നപ്പോ തൊട്ട് ശ്രീതു ഇയാൾക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നിട്ട് ഇയാൾ എന്നെ ഇവിടെ കിടത്തിയിട്ട് ഇയാൾ നീങ്ങി കിടക്കണില്ല. അങ്ങനെ ഇയാൾ കയറി വരുന്നു. കുടം ഇയാളാണ് മാറ്റി വെക്കാൻ പറഞ്ഞത്, ഞാനല്ല. എന്നിട്ട് ഇയാൾ ഞാൻ കുടം മാറ്റി വെച്ചപ്പോൾ ഇയാൾ പറയുന്നത് ഞാനാണ് പറഞ്ഞതെന്ന്. ഇയാളാണ് പറഞ്ഞത്. എല്ലാ പ്രശ്നങ്ങളും ഇയാൾ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ഇയാൾ നീങ്ങി വരുന്നു. എനിക്ക് കാല് വെക്കാൻ പോലും സ്ഥലമില്ല. എനിക്കിവിടെ കിടക്കാനേ പറ്റുള്ളൂ. ജിൻഡോ ഒന്ന് എണീക്ക്. ഇല്ല, എനിക്ക് ജിൻഡോ ഒന്ന് എണീക്ക് ചേട്ടാ, ഉറങ്ങാതെ. ഇല്ല, എവിടെ ചുമ്മാ ഉറക്കം നടിക്കുന്നത്? എണീക്കണോ? കുടം മാറ്റി വെച്ചത് ഞാനാണോ? നിങ്ങൾ പറഞ്ഞിട്ടില്ല ഞാൻ കുടം മാറ്റി വെച്ചത്. കിടക്കാൻ പറ്റിയവർ ഇവിടെ കിടന്നാൽ മതി. ഞാൻ പറഞ്ഞിട്ടില്ല ഇവിടെ ഞാൻ ഇരിക്കാനാണ് പറഞ്ഞത്. ഇയാളുണ്ടല്ലോ, ഇയാള് കയറി ഇങ്ങോട്ട് വരിക ചെയ്തത്, കേട്ടോ? പക്ഷേ ഒരു കാര്യം ചെയ്ത് നിങ്ങൾ ക്രോസ് ആയിട്ട് കിടക്ക്. ഇവിടെ മാത്രം ഭയങ്കര കൂളിംഗ് ഒന്നും അല്ല ചേച്ചി, ഇവിടെ കൂളിംഗ് ഇല്ല, ഇവിടെ ശകലേ ഉള്ളൂ. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ടാണ് കിടന്നത്. അപ്പോൾ ഇയാളാണ്. അപ്പോൾ ചേട്ടാ ഒന്ന് നീങ്ങി കിടക്ക്. നീ ഒരു കാര്യം ചെയ്യും, നീ എൻ്റെ അടുത്ത് കിടന്നോ, ഞാൻ കിടക്കുന്ന സ്ഥലത്ത് കിടന്നോ, ഒരു കുഴപ്പമില്ലല്ലോ. അപ്പോൾ പിന്നെ നിനക്ക് AC-യുടെ അടുത്ത് കിടക്കണമെങ്കിൽ അത് നടക്കൂല. ഞാനിവിടെ കിടക്കണം തന്നെ. നിങ്ങൾ കുറച്ചൊന്ന് ബാക്കിലോട്ട് നീങ്ങണ ബാക്കിലോട്ട്. നീങ്ങാൻ പറഞ്ഞില്ലേ? നീങ്ങാൻ പറഞ്ഞില്ലേടോ? നീങ്ങാനല്ലേ പറഞ്ഞത്? ജാസ്മിൻ പിന്നെ എനിക്കിവിടെ ഇരിക്കാൻ പോകുന്നില്ല, അറിയാമോ? അഡ്ജസ്റ്റ് ചെയ്തില്ല, ഒന്നുമില്ല. നീങ്ങടാ അങ്ങോട്ട്, നീങ്ങാൻ. അപ്പൊ നന്ദന, നിങ്ങളെന്താ ജിൻഡോനെ അടിച്ചത്? നീ ആരായിട്ട് ജിൻഡോനെ അടിക്കാൻ? നീ പോടി, നീ കണ്ടോ എന്താണ് ഇവിടെ അനുഭവിച്ചെന്നുള്ളത്? നീങ്ങടാ അങ്ങോട്ട്. നീങ്ങാനല്ലേ പറഞ്ഞത്? തൊണ്ട ഞാൻ നോക്കിയോ? താനല്ലേടോ പറഞ്ഞത് ഇത് മാറ്റി വെക്കാൻ? താനല്ലേടോ പറഞ്ഞത്? ചേട്ടൻ ഇപ്പുറത്തെ തല വെച്ച് കിടന്നോ? ചേട്ടൻ അപ്പം എല്ലാം മാറും. നിങ്ങൾ പറയുകയാണെങ്കിൽ ഓക്കെ, ആ കുടം അവിടെ നിന്ന് മാറ്റിയാൽ ഞാൻ കിടന്നോ, ഞാൻ ഇപ്പുറത്തോട്ട് മാറി കിടക്കാം. ഇല്ലെങ്കിൽ ഞാൻ ആ കുടം ചവിട്ടി പൊട്ടിക്കും. ഋഷി, നിങ്ങൾ ചവിട്ടി പൊട്ടിക്കോ? ഒന്ന് കാണണമല്ലോ ചവിട്ടി പൊട്ടിക്കണത്.
കുടം അവിടെ ഇരുന്നത് മാറ്റണം. അങ്ങനെ ശ്രീതു കയറി കുടം മാറ്റി വെക്കുന്നു, ജിൻഡോ നേരെ കയറി കിടക്കണം. കണ്ടോ, ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവസാനിക്കുന്നു. ഇതാണ് എപ്പിസോഡിൽ. ഇനി BB+ൽ ക്യാപ്റ്റൻസി നോമിനേഷനാണ്. റസ്മിനും നോറയും അഭിഷേക് കെയും ആണ് നോമിനേറ്റഡ്. അത് കഴിഞ്ഞ് നോറ ഒരാളെ ക്യാപ്റ്റൻ ആകുന്നത് അയാളോട് ഇഷ്ടം കൊണ്ടൊന്നും അല്ല, അയാളെ മാക്സിമം പുറത്താക്കി അയാളുടെ ശരിക്കുള്ള സംഭവമൊക്കെ പുറത്ത് കൊണ്ടുവന്ന് അയാൾ ട്രാപ്പാണത്, അത്രേ ഉള്ളൂ. അപ്പൊ അഭിഷേക് ഓക്കെ എനിക്കൊരു കുഴപ്പമില്ല, ഞാനത് എടുക്കാൻ തയ്യാറാണ്, റെസ്പോൺസിബിലിറ്റി ആണത്, ഞാൻ എടുക്കും, നീ അനുഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അപ്പോൾ നേരെ പോയിട്ട് അപ്സര, അത് കഴിഞ്ഞ് ഇവിടെ അപ്സരയെ ക്യാപ്റ്റൻ ആയപ്പോൾ മാക്സിമം ഇവിടെ ശ്രമിച്ചായിരുന്നു. ജിൻഡോയും റോക്കിയൊക്കെ മാക്സിമം പുള്ളിക്കാരിനെ ട്രിഗർ ചെയ്യാൻ നോക്കിയായിരുന്നു. അതുപോലെ ഞാൻ ക്യാപ്റ്റനായ തീർച്ചയായിട്ടും ജിൻഡോ എൻ്റെ പുറകെ വരും, നോക്കിക്കോ. ഇവരൊന്നും ഇതിനെ അറിഞ്ഞുകൂടാത്തോണ്ടാണ്. അത് കഴിഞ്ഞിട്ട് ഡ്രാമയും സ്കിറ്റൊക്കെ പ്ലേ ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഗബ്രിയും അഭിഷേകും തമ്മിലുള്ള വിഷയമാണ് പിന്നെ നടക്കുന്നത്. ആ ഗബ്രി പറയുന്നു, എനിക്ക് രണ്ടെണ്ണം വേണം, എനിക്ക് സുഖമില്ല, അതുകൊണ്ട് രണ്ടെണ്ണം വേണം. ചേട്ടാ ഇവിടെ പണി കിച്ചൺ ടീമിനോടാണ് ഞാൻ പറഞ്ഞത്. കിച്ചൺ ടീം ഇല്ല ചേട്ടാ, അൻസുഖം മാത്രമേ ഉള്ളൂ, ഇവിടെ വയ്യാതിരിക്കുകയാണ്, ഞാനും വയ്യാതിരിക്കുകയാണ്, എനിക്ക് രണ്ടെണ്ണം എക്സ്ട്രാ വേണം, ഞാൻ പറഞ്ഞായിരുന്നല്ലോ ചേട്ടാ, പ്ലീസ് ചേട്ടാ, ഇവിടെ ചേച്ചിക്കും വയ്യ, പറ്റൂലെങ്കിൽ അത് പറയണം, അല്ലാതെ വെറുതെ വൃത്തിയായിട്ട് വർത്താനം പറയുന്നത് കേട്ടല്ലോ, പറ്റില്ലെങ്കിൽ അത് പറയണം, അല്ലാതെ വൃത്തിയുടെ മറുപടി പറയേണ്ട എനിക്ക് ആവശ്യമില്ല. അപ്പൊ നീ ജാസ്മിനെ ജയിലിലാക്കി എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് കിടന്ന് ചാടേണ്ടി വരാം. അനാവശ്യം പറയരുത്. നീ ആരാ നിന്റെ വിചാരം? പറ്റില്ലെങ്കിൽ അത് മുഖത്ത് നോക്കി പറയണം. ഞാൻ മുഖത്ത് നോക്കി പറയുന്നുണ്ടോ? നീ മുഖത്ത് നോക്കി പറയുന്നുണ്ടോ? പോടി പോടി എന്ന് വിളിച്ചാൽ ചേട്ടാ, നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഇവിടെ മാവുണ്ട്, അതെടുത്ത് കഴിച്ചാൽ മതി, അതാണ് നല്ലത്. അപ്പം കിച്ചണിൽ വഴക്ക് വേണ്ട പ്ലീസ് അഭിഷേക്, കിച്ചണിൽ വഴക്ക് വേണ്ട. നീ ആരാടാ പറയാൻ? നിനക്ക് സ്വന്തമായിട്ട് അഭിപ്രായം ഉണ്ടോടോ? ഉളുപ്പുണ്ടോ നിനക്ക്? ഒരു ഇതുമില്ലാത്ത നാണം ഇല്ലാത്തത് ഉളുപ്പുണ്ടോ നിനക്ക്? ചേട്ടാ, നിങ്ങളെപ്പോലെ ജാസ്മിന്റെ സാരിത്തുമ്പിലല്ല ഞാൻ നടക്കുന്നത്. എന്താ നീ പറഞ്ഞത്? നീ ആരടാ? നീ ആദ്യം സ്വന്തമായിട്ട് നിൽക്കാൻ പഠിക്കടാ. നീ പേടിച്ച് തൂറി, നീ നിൽക്കാൻ പഠിക്കണം സ്വന്തമായിട്ട്. നിനക്ക് നാണം ഉണ്ടോടാ? സ്വന്തം ഒരു നിലവാരം ഉണ്ടോടാ? നിനക്ക് എന്തെങ്കിലും തീരുമാനം എടുക്കാൻ അറിയണം. ഞാൻ പേടിച്ച് ഊരിന്നല്ല നിൽക്കുന്നത്. നിങ്ങളെ പറഞ്ഞത് ഞാൻ ജാസ്മിന്റെ സാരി തുമ്പെന്നാ പറഞ്ഞത്, സാരി തുമ്പി പിടിച്ച് കിടക്കുന്ന ആളാണ് ജാസ്മിന്റെ സാരി. നീ ആരുടെ പറയാൻ? അപ്പൊ ഋഷി, നീ ഒന്ന് മിണ്ടായിരിക്കും. എന്താ ഞാൻ മിണ്ടായിരിക്കണം? ഇയാളും ഞാൻ പറഞ്ഞത് കിച്ചണിൽ മിണ്ടായിരിക്കാനാണ് പറഞ്ഞത്. ജാസ്മിന്റെ സാരി തുമ്പ്. അപ്പൊ ജസ്മിൻ അനാവശ്യ ഡയലോഗ് പറയരുത്, അഭിഷേക് കേടെടുത്ത്. അപ്പം നിനക്ക് കിട്ടുന്ന വള്ളി പിടിക്കടാ, നിനക്ക് പറ്റുന്ന വള്ളി പിടിക്കും. നിനക്ക് ജന്മത്തൊന്നും എന്റെ അടുത്ത് എത്താൻ പറ്റടാ. അത്രേ ഉള്ളൂ. മനുഷ്യത്വം കാണിയാൽ നിനക്കൊന്നും അറിയത്തില്ല. ഉളുപ്പ് വേണടാ, ഉളുപ്പ്. രണ്ട് ചപ്പാത്തി ചോദിച്ചതിന് മനുഷ്യത്വം കാണിക്കുന്നത് ഇങ്ങനെയാണോ? ഒന്ന് പോടാ. നിനക്ക് നാണം ഉണ്ടോടാ ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിയിട്ട്? അപ്പൊ അഭിഷേക്, ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല. ഇവിടെ കിച്ചണിൽ നിന്ന് വർത്താനം പറയുന്നത് മാത്രമേ പറഞ്ഞുള്ളൂ, വഴക്കിടുന്നത് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. നിനക്ക് നാണം ഉണ്ടോ? അപ്പൊ എടാ അൻസിബയ്ക്ക് വയ്യാത്തോണ്ടാണ്. അൻസിബയ്ക്ക് വയ്യെങ്കിൽ എന്റെ മൈൻഡ് സെറ്റ് ഞാനാണ്. അപ്പൊ എനിക്ക് മനുഷ്യത്വം ഇല്ല, അവൾക്ക് മനുഷ്യത്വം ഉണ്ട്. അതെന്താണത് എന്നൊക്കെ പറഞ്ഞ് കിടന്ന് വഴക്കിടുന്നുണ്ട്. ഒരാവശ്യമില്ലാത്തതാണ് അഭിഷേക് ഗസ്സുമൊക്കെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പണിഷ്മെന്റ് ജിൻഡോയ്ക്കും ജാസ്മിനും എല്ലാ ഡ്രസ്സുകളും പാക്ക് ചെയ്ത് വെക്കണം, നോമിനേഷൻസിൻ്റെ ഉള്ളവരുടെ. അങ്ങനെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ജാസ്മിൻ ബാത്റൂമിൽ ഇറങ്ങിയത്, നിങ്ങൾ ഇരുന്ന് സിഗരറ്റ് വലിച്ചാ? ഇല്ല. നിങ്ങളുടെ ലൈറ്റർ ശ്രീതു, ഇയാൾ സിഗരറ്റ് വലിച്ചിട്ടുണ്ട്, ലൈറ്റർ നോക്ക്. ലൈറ്റർ പോയി തപ്പുന്നു, കിട്ടുന്നില്ല. എല്ലാവരും കൂടി ജയിലിനകത്ത് ബാത്റൂമിനകത്ത് കയറി മണത്തി നോക്കുന്നു, കിട്ടുന്നില്ല. അങ്ങനെ എനിക്കറിയത്തില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ ശ്രീരേഖ, അയാളുണ്ടല്ലോ, അയാൾ നമ്മുടെ ഉറക്കം കളയുന്നു പറഞ്ഞാൽ അയാൾ ഉറക്കം കളഞ്ഞ്. ഇതെന്താണിത്? അയാൾ ഇന്നലെ, എനിക്ക് പേടിയുണ്ട് അയാൾ ടാസ്കിൽ ഇനി ഇതാവുന്നു. അപ്പൊ സിജോ, അയാള് ഡേ 1 എനിക്കിത് കേട്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത് സിജോയ്ക്ക് പുറത്തെ കാര്യം അറിയില്ലെന്ന്. അയാൾ ഒരു മെഴുകലുണ്ടായിരുന്നു എൻ്റെ ദേഹത്ത് കിടന്ന്, അയാൾ നെഞ്ചക്കൂട്ടി കിടന്ന് കാണിച്ചു കൂട്ടിയ സംഭവം. നിങ്ങൾക്ക് കംപ്ലൈന്റ് ഇല്ലേ ശരണേ? എനിക്ക് കംപ്ലൈന്റ് ഉണ്ട്. ഇന്നലെ എന്നെ മുടി പിടിച്ച് വലിച്ചത് അയാളാണ്. എനിക്ക് കംപ്ലൈന്റ് ഉണ്ട്. അപ്പൊ തീർച്ചയായും നമുക്ക് കംപ്ലൈന്റ് കൊടുക്കാം. പിന്നെ ഇയാളെ കൊണ്ട് തീർത്തണം എന്നൊക്കെ പറഞ്ഞ് തീർക്കുന്നുണ്ട്. BB+ കഴിഞ്ഞു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.